അത് എന്തുകൊണ്ട് കൈലാസം പ്രത്യേകമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് വാക്കുകൾ കൊണ്ട് മതിയാകും അത് പറയാൻ. ആരെങ്കിലും കൈലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞിങ്ങനെ ഒഴുകാൻ തുടങ്ങും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നും പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ 1, 2, 3, 4th ബീറ്റ് ഇല്ല, 5, 6, 7, 8th ബീറ്റ്. അപ്പോൾ ഒരു ഞൊടിയുടെ ഇത് എവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ബാലൻ ഡോക്ടർ ശിവഭക്തനാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല എന്ന് പറയാം. പക്ഷെ ഇതെന്താണ് പിന്നെ എന്താണെന്ന് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുറേ കാലങ്ങൾ, ഒരു ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞു. ഞാൻ ഇതിനിടയ്ക്ക് രണ്ടാമതൊരു തവണ കൈലാസയാത്ര വീണ്ടും പോയി. അതിനും ശേഷമാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. ഇതാ കണക്ഷനാണ്. ആ എക്സ്പീരിയൻസിൽ നിങ്ങൾ മുന്നിൽ കണ്ട ആള് ഒരു തിബറ്റൻ ഗൈഡാണോ അതല്ലെങ്കിൽ തിബറ്റുകാരനാണോ എന്നൊക്കെയല്ലേ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശിവനാണെന്ന് ആലോചിച്ചു. അത് നിങ്ങളുടെ ശിവൻ തന്നെയാണെന്ന് വിചാരിച്ചു. ആ മൊമെന്റിൽ അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ അതെനിക്ക് ശിവൻ തന്നെയാണ് എന്ന് ഞാൻ എന്തിനാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളിൽ വെക്കേണ്ട കാര്യമില്ല. ശിവൻ തന്നെയാണ് എന്ന് വിചാരിച്ച നിമിഷം മുതൽ ഒരു ടോട്ടൽ ചേഞ്ചാണ് പിന്നെ ലൈഫിലുണ്ടായത്. മഞ്ഞ് മൂടി നിൽക്കുന്നൊരു മല ഒരു നിമിഷം കൊണ്ട് നമുക്ക് പറഞ്ഞു തരും എല്ലാ ഉത്തരങ്ങളും. കണ്ണിന് ആനന്ദം നൽകുകയും ഒപ്പം ഹൃദയത്തെ പരമാനന്ദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഭൂമിയിലുണ്ട്, നമ്മൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷെ നമ്മൾ ആ പരബ്രഹ്മത്തിന്റെ ഒരു അണുവാണ്, ഒരു അംശമാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്ന, സ്പിരിച്വൽ മേഖലയിലെ വിവിധ തലങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള വിവിധങ്ങളായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മോചിത ചേച്ചി. നമസ്തേ. സന്തോഷം. ഈ ക്ഷേത്രങ്ങളിലൂടെയുള്ള പരിപാടികൾ, അപ്പോൾ കഴിഞ്ഞ ദിവസം അബാക്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചപ്പോഴും റെഫറൻസിന് പറയാണ് മോചിത ചേച്ചിയുടെ പരിപാടി. അങ്ങനെയാണ് റെഫറൻസ് പറയാം. അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിട്ടിട്ടാണ് ഒരു 10-12 വർഷക്കാലം അമൃത TV-യിലൂടെ. ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി? ഇപ്പോൾ ഒരു കൈലാസയാത്ര കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. മനസ്സ് ആനന്ദത്തിലാണ്, സന്തോഷത്തിലാണ്. യാത്രകളിലൂടെ ഒരുപാട് പേരുമായിട്ട് നമുക്ക് അടുത്തിടപഴകാൻ പറ്റുന്നു. അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ചെറിയ കാര്യമെങ്കിലും ആകാൻ സാധിക്കുന്നു. പിന്നെ സ്പിരിച്വലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ തന്നെയാണ് നിൽക്കുന്നത്. കൂടുതലും ആധ്യാത്മികമായിട്ടുള്ള അറിവ് കൂടുതൽ നേടുക, അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതല്ല, അറിവ് നമ്മൾ നേടിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരം. അതിൽ നിന്ന് ലഭിക്കുന്നത് അല്പമൊക്കെ ആകുന്നത് പോലെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ മോചിദാസ് മോക്ഷ എന്നായിരുന്നു ആദ്യം. നമ്മൾ മോചിദാസ് മോക്ഷ എന്ന് കുറച്ചുകൂടി വ്യക്തമാകട്ടെ എന്ന് കരുതി തന്നെ മോചിദാസ് മോക്ഷ എന്നുള്ള പേരിൽ അത്തരം ആക്ടിവിറ്റീസ്. എന്തുകൊണ്ടാണ് ഈ മോക്ഷ എന്ന പേര്? മോക്ഷ എന്ന പേര് വന്നതിന് 2 കാര്യങ്ങൾ. ഒന്ന്, മോചിത എന്നുള്ള പേരുമായിട്ട് ചേരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നതല്ലാതൊരു കാര്യമുണ്ട്. കൈലാസത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ കൈലാസയാത്ര, 2012 കൈലാസയാത്രയിൽ വെച്ചിട്ടാണ് ഈ പേരുമായി ബന്ധപ്പെട്ട ഒരു സൂചന ലഭിക്കുന്നത്. അപ്പോൾ മാനസരസിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് കേട്ടൊരു ശ്ലോകത്തിൻ്റെ വരികളിൽ ഏറ്റവും അവസാനം മോക്ഷ എന്നാണ് തീരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോക്ഷ എന്നുള്ള പേരാണ്. കൈലാസയാത്രയ്ക്ക് ശേഷം പരമാനന്ദത്തിലാണ് എന്ന് പറഞ്ഞു. കൈലാസയാത്ര പോകുന്നവരെല്ലാവരും എന്നെയൊക്കെ പലപ്പോഴും കൊതിപ്പിക്കുകയാണ്. അവസാനം എനിക്കൊന്ന് സരിത അയ്യരാണ് എന്നോട് പറഞ്ഞ അടുത്ത യാത്രയ്ക്ക് നീയും പോരെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എന്താണ് ഈ കൈലാസത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി? കൈലാസം, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഗർഭപാത്രത്തെക്കുറിച്ചുള്ള സ്മരണകളൊന്നും ഇല്ലല്ലോ. പക്ഷേ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണക്ഷനാണ് നമുക്കല്ലേ. അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒന്ന് ഇമോഷണലാകും. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു ഓർമ്മ പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇതുപോലെ പരബ്രഹ്മത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പുറപ്പെടലെന്നല്ലേ പറയാം. എല്ലാം പരബ്രഹ്മത്തിൻ്റെ അംശമാണ് പറയാം. അപ്പം അവിടേക്ക് തിരിച്ച് കണക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ആ മെമ്മറിയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് കൈലാസം. ആ കൈലാസയാത്രയിൽ നമ്മളെല്ലാ കംഫർട്ട്സിൽ നിന്നും വെളിയിലായിരിക്കുന്ന സമയത്ത്, നമുക്ക് പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യും നമ്മുടെ റിയലായിട്ടുള്ള എനർജി എവിടെയാണ് കിടക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കണക്ഷൻ? ഇത് ആരാണ്? കൈലാസത്തിൽ ഒന്നുമില്ല, ഒരു അമ്പലം കാണാനില്ല, ഒരു വിഗ്രഹം കാണാനില്ല, ഒരു രൂപവുമില്ല. പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഹിമഗിരി എങ്ങനെ നമ്മളിങ്ങനെ വലിച്ചടുപ്പിക്കുകയോ അല്ലെങ്കിൽ അകാരണമായിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ മുന്നിൽ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ഒരാളുടെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന പോലെയൊക്കെയുള്ള ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ അത് ഓരോ നിമിഷവും നമുക്ക് ഓരോ ദിവസവും ഒരുപക്ഷെ നമ്മൾ കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുന്നത് കൊണ്ടായിരിക്കാം, നമ്മളുടെ എല്ലാ കംഫർട്ട് സോണിൽ നമ്മൾ വെളിയിലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം പറയാനാകാത്ത മറ്റൊരു തലത്തിലാണ് കൈലാസം എന്നുള്ളത്. അതുതന്നെയാണ്
സത്യം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിക്കില്ല, ചിലത് പറഞ്ഞറിയിക്കാൻ പറ്റും. പറഞ്ഞറിയിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് കൈലാസം പ്രത്യേകമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് വാക്കുകൾ കൊണ്ട് മതിയാകും അത് പറയാൻ. കൈലാസം എന്ന് ഉച്ചരിക്കുന്നത് തന്നെ അപ്പം തന്നെ നമുക്കൊരു തരം പ്രത്യേകമായ ഒരു അവസ്ഥ, ധ്യാനാവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൈലാസത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നവരും അല്ലെങ്കിൽ കൂടുതൽ വായിക്കുമ്പോഴോ അറിയുമ്പോഴോ ഒക്കെ തന്നെ നമുക്ക് ഉള്ളിലൊരു ഊർജ്ജമാണ്. അതേ കൈലാസത്തെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അതൊരു ജന്മമോക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ നമ്മൾ സ്വപ്നമാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കും. നമ്മൾ കൈലാസത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ വീണ്ടും ആലോചിക്കും, ഇത് ഈ ജന്മത്തിൽ തന്നെയാണോ. പിന്നെ ഏതൊക്കെയോ ജന്മങ്ങളിൽ നിന്ന് നമ്മുടെ ഊർജ്ജം, അത് നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന ശക്തികൾ, ഇതെല്ലാം റീകണക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് എനർജൈസ്ഡ് ആവും. എല്ലാം റീകണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന്. അപ്പോൾ നമുക്ക് പ്രത്യേകമായൊരു ആത്മബലം, പ്രത്യേകമായൊരു ആനന്ദം, പ്രത്യേകമായൊരു ചൈതന്യം, പിന്നെ വേറെ എന്തോ കണ്ടന്റ് ആയിട്ടുള്ളൊരു ഫീൽ, നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുകയാണെന്ന് തോന്നും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്, കൈലാസം നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും. കൈലാസം തിരിച്ചു വരുന്നതോടുകൂടിയാണ് നമ്മൾ ഇതെല്ലാം അതിൽ തീവ്രമായിട്ടുള്ളൊരു അടുപ്പം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. അതുപോലെ തന്നെ നമുക്ക് ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ഇവിടെ അല്ല, നമ്മളിവിടെയുള്ള ആൾക്കാരല്ല, നമ്മൾ കൈലാസത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ടിബറ്റുകാരാണ്, അല്ലെങ്കിൽ ആ ഒരു ടെറൈനിലുള്ളവരാണ് എന്നൊരു തോന്നൽ നമ്മൾ എവിടെയോ നിന്നിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. കുറേ നാൾ ആഴത്തിലുള്ള മൗനത്തിലായി പോകും തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ. അത് ഒരാൾക്കുള്ളതല്ല, മിക്കവാറും എല്ലാവർക്കുള്ള അനുഭവമാണ്. ഒന്നും സംസാരിക്കണ്ട, ആരെയും കാണണ്ട, ഒന്നും പറയണ്ട. കൈലാസം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ ഇമോഷണലായി പോകുന്ന ഒരവസ്ഥ. അതൊക്കെയാണ് കൈലാസത്തിൻ്റെ എൻ്റെ ആദ്യത്തെ യാത്രയിൽ അതിൻ്റെ ഒരു പീക്കിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്താ പറയുക, എനിക്കറിയില്ലായിരുന്നു, ആരും നമുക്കങ്ങനെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ നമുക്ക് വന്നു എന്നാണ് വിചാരിക്കുന്നത്, എന്തോ ഒരു ആരോഗ്യ പ്രശ്നം. കാരണം ആരെങ്കിലും കൈലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 കണ്ണുകൾ നിറഞ്ഞിങ്ങനെ ഒഴുകാൻ തുടങ്ങും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നും പെട്ടെന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോണം എന്ന് തോന്നും, പൊട്ടിക്കരയണം എന്ന് തോന്നും. അപ്പം നമ്മൾ വിചാരിക്കും എന്തോ കാര്യമായി പ്രശ്നമായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുക. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ്, നിരന്തരമായ ഹെൽത്ത് ഇഷ്യൂസ്, നമുക്ക് ഒരു പാൽപിറ്റേഷൻ വരാം, അല്ലെങ്കിൽ ക്ലോസ്ട്രോഫോബിയ പോലെ വരാം. ഇതൊക്കെ എന്താണെന്ന് ആദ്യം 2012 യാത്ര കഴിഞ്ഞിട്ട് അപ്പോൾ മനസ്സിൽ ശരിക്കും വിചാരിച്ചാൽ ഭയം തട്ടിയിട്ടുണ്ടാവും, അതായിരിക്കാം. അവിടെ വെച്ച് എനിക്ക് 1-2 എക്സ്പീരിയൻസസ്, അതായത് അത് ഭയം തട്ടുന്ന എക്സ്പീരിയൻസസ് അല്ല, എന്നാലും ഒരു പക്ഷേ അതായിരിക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചു. എന്നിട്ടോ കാർഡിയോളജിസ്റ്റുകളെ കാണുന്നു, ന്യൂറോളജിസ്റ്റിനെ കാണുന്നു, ഒരുപാട്. ആ ഒരു കാലം 2012 ഒരു വർഷക്കാലം ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തോ പ്രശ്നമുണ്ട്. കാരണം ടെസ്റ്റുകളിലൊന്നും പ്രശ്നം കാണുന്നില്ല. ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ 1, 2, 3, 4th ബീറ്റ് ഇല്ല, 5, 6, 7, 8th ബീറ്റ്. അപ്പോൾ ഈ ഒരു ഞൊടിയുടെ ഇത് എവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ കാർഡിയോളജിസ്റ്റ് ആണ്, നമ്മൾ അനന്തപുരിയിൽ ബാഹുലയൻ ഡോക്ടറെയാണ് കണ്ടത്. അപ്പോൾ ബാഹുലയൻ ഡോക്ടർ ശിവഭക്തനാണ്. അപ്പോൾ അദ്ദേഹം കൈലാസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കൈലാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ അദ്ദേഹം അങ്ങനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല എന്ന് പറയാം. പക്ഷെ ഇതെന്താണ്, പിന്നെ എന്താണെന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുറേ കാലങ്ങൾ, ഒരു ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനിടയ്ക്ക് 2ാമതൊരു തവണ കൈലാസയാത്ര വീണ്ടും പോയി. അതിനും ശേഷമാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. ഇതാ കണക്ഷനാണ്. നമ്മളിൽ എല്ലാവരിലും ഒരു ദലൈലാമ ന്യൂറോൺ എന്ന് ചിലരെങ്കിലും വിളിക്കുന്ന ചില ന്യൂറോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഡിവൈനായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ഉണരുന്ന സമയത്ത് നമ്മുടെ ലോജിക് സെൻസ് പറയും നത്തിങ്, അതൊന്നുമില്ല, വെറുതെ ഒന്നും തോന്നണ്ട എന്ന് പറയാം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലെ പ്രഷറാണ് നമ്മളിൽ പാൽപിറ്റേഷനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു അവസ്ഥയിലോ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന തലം ഇതല്ല, നമ്മുടെ സ്പേസ് ഇതല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയത് അത് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ എനർജിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സേതു മാധവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. പക്ഷെ ആ പറഞ്ഞു തന്ന നിമിഷത്തിൽ തന്നെ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാണ്, നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസിൽ എത്തിയിട്ടുണ്ടല്ലോ, ആ എക്സ്പീരിയൻസിൽ നിങ്ങൾ മുന്നിൽ കണ്ട ആള് ഒരു തിബറ്റൻ ഗൈഡാണോ അതല്ലെങ്കിൽ തിബറ്റുകാരനാണോ എന്നൊക്കെയല്ലേ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശിവനാണെന്ന് ആലോചിച്ച് നോക്കൂ, അത് നിങ്ങളുടെ ശിവൻ തന്നെയാണെന്ന് വിചാരിച്ചു നോക്കൂ. ആ മൊമെൻറ്റിൽ മനസ്സിലേക്ക് ഞാൻ മഹാദേവ എന്ന് മനസ്സിലാതെ ശിവൻ തന്നെയാണ്, ഞാൻ ഇതിന് മറ്റൊന്ന് ചിന്തിക്കണം, അതാരായിക്കൊള്ളട്ടെ, ആ വ്യക്തി അവിടെ വന്നു, എനിക്ക് ഉചിതമായ സമയത്ത് വേണ്ട സഹായം ചെയ്തു. ആ സഹായം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണുന്നില്ല. പിന്നെ അപ്പോൾ അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ അതെനിക്ക് ശിവൻ തന്നെയാണ് എന്ന് ഞാൻ എന്തിനാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളിൽ വെക്കേണ്ട കാര്യമില്ല, ശിവൻ തന്നെയാണ് എന്ന് വിചാരിച്ച നിമിഷം മുതൽ ഒരു ടോട്ടൽ ചേഞ്ചാണ് പിന്നെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ലൈഫിൽ ഒരിക്കലും നമ്മൾ അത്തരം ഭയങ്ങളിലേക്ക് പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്ന ഇപ്പോഴും എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഭക്തി ഒരിക്കലും ഭയമല്ല, ഭയത്തിനും അപ്പുറത്തുള്ള
ഒരു ഒന്നുമല്ലാത്ത ഒരു ആനന്ദമാണ്. ഭയം എന്ന് പറയുന്നത് അതിൽ തീരെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഈശ്വരമൂർത്തികളൊക്കെ പലപ്പോഴും ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ്, ഭദ്രകാളി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മഹാദേവനൊക്കെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ നിൽക്കുന്നതുകൊണ്ട് പലരും ഭയന്നാണ് സമീപിക്കുന്നത്. പക്ഷെ ഇത് ഭയമല്ല. യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണരുന്ന ഊർജ തരംഗങ്ങളുടെ ശക്തി എത്രയുണ്ട്, അത് എത്രമാത്രം വലുതാണെന്ന് കാണിച്ചു തരുന്നതാണ് ഇത്രയും വിശേഷമായ രൂപത്തിൽ. ഇത് റിയലൈസ് ചെയ്തതോടുകൂടി ആ ഒരു സംഗതിയിൽ നിന്ന് ആ 1.5 വർഷക്കാലം ശരിക്കും എനിക്കൊരു ട്രെയിനിങ് പീരീഡ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അതിലൂടെ നമുക്ക് മനസ്സിലായി, ഇപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്തേക്ക് ഒരു പ്രശ്നം പറഞ്ഞാൽ, അവരുടെ വിഷമം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഞാനിതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ കടന്നു പോയിട്ടുണ്ടാവും, എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മാറി നിന്നുകൊണ്ടല്ല ഒന്നും പറയുന്നത്. എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഓരോരുത്തർ പഠിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്നാണല്ലേ. ചിലർ അങ്ങനെ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുക്കളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പ്രത്യേകമായ സ്കൂൾസിൽ. ഇതൊന്നുമല്ലാതെ ഞാൻ പഠിച്ചിരിക്കുന്ന മുഴുവൻ എൻ്റെ യാത്രകളിൽ നിന്നാണ്. നിരന്തരമായ യാത്രകളിൽ നിന്നാണ് ഈ ഓരോരോ പാഠങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിന്നാണ് കൈലാസയാത്രയുടെ ഈ ആനന്ദം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിലുണ്ട്, നമ്മൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, പക്ഷെ നമ്മൾ ആ പരബ്രഹ്മത്തിൻ്റെ ഒരു അണുവാണ്, ഒരു അംശമാണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിലും നമ്മൾ ആ അംശമാണ് തിരിച്ചറിയും. നമ്മളെല്ലാവരും, ഇപ്പോൾ രാഹുലും അതെ, ഞാനും അതെ, ഇവിടെ ഇരിക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം അണുവാണ്. പക്ഷെ അത് റിയലൈസ് ചെയ്യുന്ന മൊമെൻ്റ് നമ്മളിൽ ചിലർക്ക് മാത്രം ലഭിക്കുന്നു. അത് കിട്ടുന്ന മൊമെൻ്റാണ് കൈലാസത്തിൽ വെച്ചിട്ട്. ആ റിയലൈസേഷൻ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഒരുപക്ഷെ എത്രയോ കാലം കൊണ്ട് സാധന ചെയ്യുന്ന, അല്ലെങ്കിൽ എത്രയോ കാലം കൊണ്ട് ധ്യാനിക്കുന്നത്, പഠിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഒന്നുമില്ലാതെ മഞ്ഞുമൂടി നിൽക്കുന്നൊരു മല ഒരു നിമിഷം കൊണ്ട് നമുക്കങ്ങ് പറഞ്ഞു തരും എല്ലാ ഉത്തരങ്ങളും. കണ്ണിന് ആനന്ദം നൽകുകയും ഒപ്പം ഹൃദയത്തെ പരമാനന്ദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഈ 2012 മുതൽ 2025 13 വർഷക്കാലത്തിനുള്ളിൽ എത്ര കൈലാസ യാത്രകൾ ചെയ്തു? ഇതുവരെ 4 കൈലാസ യാത്രകൾ. കുറേ പേരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ നിമിത്തം. അതെ, കുറേ പേരെ കൈലാസത്തിൽ കൊണ്ടുപോകാൻ പറ്റി. ആദ്യത്തെ യാത്രയും അതുപോലെ തന്നെ ആദ്യത്തെ യാത്ര ഞാൻ പോകുമ്പോൾ അമൃത TV-ക്ക് വേണ്ടിയിട്ട്, ഉദയാമൃതത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ. അത് ഞാൻ എപ്പോഴും പറയും എല്ലാവരോടും, എന്നെ അറിയുന്നവരോട് എല്ലാവരോടും പറയും. കാരണം മൂകാംബിക ഭക്തയാണ് ഞാൻ, ദേവി ഉപാസകയാണ് ആദ്യം മുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായൊരു നമഃശിവായ പറയുകയോ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകമായി പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആ കാലങ്ങളിലൊക്കെ. ആത്മാർത്ഥമായി നമ്മൾ വിളിക്കുന്ന എപ്പോഴും മൂകാംബിക ദേവിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കൈലാസം എന്നൊരു യാത്ര. ശരിക്കും പറഞ്ഞാൽ അമൃത TV-യിലൊരു പ്രോഗ്രാം അത് സ്പെഷ്യലായിട്ട് ചെയ്യാം, അത് ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അന്ന് ഞങ്ങൾ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ആ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ചെയ്യാത്തത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നായിരുന്നു അന്ന് ചെയ്തത്. അങ്ങനെയാണ് ഈ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും ലോങ്ങസ്റ്റ് സിംഗിൾ ഷോട്ട് വീഡിയോ ഒക്കെ നമ്മൾ അന്ന് ചെയ്താണ് ഉദയാമൃതത്തിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്തയാണ് എപ്പോഴും ഉണ്ടായത്. അങ്ങനെയാണ് ആ തോട്ടിലേക്ക് കൈലാസം കയറി വരുന്നത്. അതൊരു പ്രത്യേക മൊമെൻറ്റിൽ ഒരു അമ്മ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ കൈലാസം പോകാമെന്ന് തീരുമാനിക്കുകയും കൈലാസം പോവുകയും ചെയ്യണം. ആദ്യത്തെ യാത്ര വിശേഷമായിട്ടുള്ള യാത്ര തന്നെയാണ്. നല്ല ഒരു 28 പേര്, എല്ലാവരും ശിവഭക്തര്, അങ്ങനെയുള്ള യാത്രയിൽ. ആ യാത്രയിൽ ഞാൻ ഓരോന്നായിട്ട് പഠിക്കുകയായിരുന്നു കൈലാസ യാത്ര. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ മാനസരസിൽ വെച്ച് മാനസരസിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് ലഭിച്ച ഒരു നിർദ്ദേശം പോലെയാണ് ഞാൻ യാത്രകൾ, അതായത് ഞാൻ നിനക്കായി കാണിക്കുന്ന കാഴ്ചകൾ മാനവകുലത്തിനായി പങ്കുവയ്ക്കുക എന്ന ഏകദേശം ഒരു അർത്ഥം വരുന്ന ഏകദേശം അർത്ഥമാണ്, അത് വ്യക്തമായിട്ടില്ല ഇതുവരെയും. അങ്ങനെ അർത്ഥം വരുന്ന ഒരു ശ്ലോകമാണ്. അപ്പോൾ മാനവകുലത്തിന് പങ്കുവയ്ക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2005 മുതൽ നമ്മൾ എന്ത് കാണുന്നുവോ അതങ്ങനെ തന്നെ പറയുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പങ്കുവയ്ക്കുക വീഡിയോസിലൂടെ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതങ്ങനെ തന്നെ ഒരാളുടെ ശീലവുമായി മാറിയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 2012 പോയി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ഒരു തവണ കൈലാസം ഒന്ന് കൊണ്ടുപോകണം. കാരണം യാത്രകൾ, കൈലാസം പോലെയുള്ള യാത്രകൾക്ക് വേറൊരു തലമുണ്ട്. ആ തലത്തിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പരബ്രഹ്മവുമായിട്ട് കണക്റ്റഡ് ആകുന്ന ചില മൊമെൻറ്റുകളുണ്ട്. അപ്പോൾ ആ മൊമെൻറ്റിന് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡായിട്ട് പോയാൽ എന്തായിരിക്കും വ്യത്യാസം? നമ്മൾ സാധാരണ പോകുന്നു, കൈലാസത്തെ കണ്ടുവരുന്നു, അങ്ങനെ അല്ലാതെ ഒരു ടോട്ടലി അത് ആദ്യമേ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആ കണക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഉപാസനകൾ ചെയ്ത് സാധന ചെയ്ത് അങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും? അതായിരുന്നു ആഗ്രഹം. അപ്പോൾ 2013 കൊണ്ടുപോവുക, ഒരു യാത്ര കൊണ്ടുപോവുക, തിരിച്ചു വരും. അന്ന് ഒരു ഏകദേശം 60-65 പേരോളം ഉണ്ടായിരുന്നു. അവരെയും കൊണ്ട് ആദ്യത്തെ യാത്ര 2013 പോയി. അത് ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും വിശാലമായിട്ടും വിശേഷമായിട്ടും ഞങ്ങൾക്ക് തൊഴാൻ പറ്റി, എല്ലാ ദർശനവും ലഭിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് ഒരു കോൺഫിഡൻസ്, ശരി അത് ഭഗവാന് കൊടുത്തൊരു വാക്ക് പോലെയാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരു ടൂർ ഓപ്പറേഷൻ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഒരു കോമ്പറ്റീഷൻ, ഇത് ടൂർ ഓപ്പറേഷനിലൂടെ നമുക്ക് ഒരുപാട് സാമ്പത്തികം, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഒറ്റ കാര്യമുള്ളൂ, ഒരു തവണ ഒന്ന് കൈലാസ യാത്ര കൊണ്ടുപോയി നോക്കണം. ഇത് എങ്ങനെയാണ്
ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് അത് അറിയാൻ വേണ്ടി മാത്രമാണ് 2013 യാത്ര പോയത്. ആ യാത്ര കഴിഞ്ഞു. അത് വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ്. ഇന്നും ആ യാത്രയിൽ പങ്കെടുത്തവരെല്ലാം അത് അത്രയും ദിവ്യമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ആ യാത്ര. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു യാത്രയെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേഷനെ കുറിച്ചും ആലോചിച്ചിട്ടേ ഇല്ല. കാരണം ഉദയാമൃതത്തിൽ അത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു. അത്രമാത്രം ഒരു ശ്രദ്ധ കൊടുത്താൽ മാത്രമേ 7 ദിവസവുമുള്ള പ്രോഗ്രാമാണ്. ഒരാഴ്ചയിൽ 7 ദിവസവും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് അത്രയും ഡെപ്തിൽ റിസർച്ച് വർക്ക് വേണം. നമ്മളത് മാത്രമല്ല ചെറിയൊരു ബഡ്ജറ്റിലാണ് ആ പ്രോഗ്രാം അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരുപാട് പേരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ജോലി, കോർഡിനേറ്ററിൻ്റെ ജോലി, പിന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ജോലി, ഇതെല്ലാം തനിയെ ചെയ്തുകൊണ്ടാണ് അന്ന് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മൾ കുറേ ശരിയാണ്, ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അന്ന് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഒരു ടെലിവിഷൻ ഷോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു, പിന്നെ അതുപോലെ തന്നെ ആങ്കേഴ്സിനൊക്കെ കോസ്റ്റ്യൂം ഒക്കെ അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ ഞാനും ഹസ്ബൻഡും ക്യാമറമാനും, ക്യാമറയ്ക്ക് അസിസ്റ്റന്റ് പോലും വെക്കാൻ പറ്റില്ല, അങ്ങനെയാണ് പൊയ്ക്കൊണ്ടത്. പക്ഷെ പ്രോഗ്രാം പതിയെ പതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ അതിനകത്ത് ബഡ്ജറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ക്യാമറ അസിസ്റ്റന്റ്, പിന്നെ മേക്കപ്പ് മാനൊക്കെ ആദ്യത്തെ ഒരു 1.5 വർഷം. പിന്നെ വീണ്ടും നമുക്ക് ഇത് റെഗുലറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് ശ്രദ്ധിച്ച് മാത്രം നോക്കണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ 3 പേരുടെ ഒരു ടീം അല്ലെങ്കിൽ 4 പേരുടെ ടീം, ഇതാണ് യാത്ര ചെയ്ത് ഓരോരോ സ്ഥലങ്ങളിലെത്തുക, നമ്മൾ ചിത്രീകരിക്കുക. ആദ്യകാലമൊക്കെ കുറച്ച് നമ്മൾ വിശാലമായിട്ടും വിപുലമായിട്ട് ചെയ്തിരുന്നു. പിന്നെ അത് ഇങ്ങനെ കൈലാസത്തിൽ പോകുമ്പോൾ ശരിക്കും ക്യാമറ അസിസ്റ്റന്റ് പോലും ഉണ്ടായിരുന്നില്ല. ക്യാമറമാനും ഞാനും ഞങ്ങളൊരു സുഹൃത്ത് അരുൺ, അങ്ങനെ 3 പേരായിട്ടാണ് പോയത് ആദ്യത്തെ കൈലാസ യാത്ര. കാരണം അതൊരു വലിയ ബഡ്ജറ്റ് വരുമല്ലോ, നമുക്ക് താങ്ങാനാകുന്നതിന് അപ്പുറത്തൊരു എമൗണ്ട് ആയിരുന്നു അന്ന് വന്നത്. പക്ഷെ അതൊരു നല്ല യാത്രയായിരുന്നു. എല്ലാവർക്കും കൈലാസത്തെ കാണാൻ പറ്റുക എന്നൊക്കെ പറയും. അപ്പം അവിടെ വെച്ചിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അഷ്ടപത് മലകളിലേക്ക് പോകാനൊരു യാത്ര പോയി. അവിടെ വെച്ചിട്ട് എനിക്കൊരു ചെറിയ പാൽപിറ്റേഷൻ പോലെ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു. ബാക്കിയുള്ളവർ കയറിപ്പോയി. ഞാൻ ഒറ്റയ്ക്ക് നിന്ന നിമിഷത്തിൽ എനിക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവമുണ്ട്, ഭയപ്പെട്ടു പോയൊരനുഭവം. ഈ ഭയപ്പെട്ടു പോയ നിമിഷത്തിൽ ഞാൻ ഉള്ളിൽ നിന്ന് നമഃശിവായ എന്ന് വിളിക്കുകയാണ്. ഓം നമഃ. വേറെ എന്ന് വെച്ചാൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ പലരെയും നോക്കുന്നുണ്ട്, ഹെൽപ്പിന് വേണ്ടി ഞാൻ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആരുമില്ല എന്ന് റിയലൈസ് ചെയ്തൊരു മൊമെൻറ്റിലാണ് നമഃശിവായ എന്ന് ജപിക്കുന്നത്. ആ നമഃശിവായ മൂകാംബിക നാമം ജപിക്കുന്നത് പോലെ തന്നെ ശക്തിയാണോ, എനിക്ക് ആ നിമിഷത്തിൽ വേണ്ടുന്ന ആത്മശക്തി എല്ലാം നൽകാൻ പോകുന്നതാണ് എന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ആ സമയത്ത്. ആ നമഃശിവായ ജപം ഒരു വലിയ റിയലൈസേഷനാണ് തന്നത്. എല്ലാം നമ്മൾ വേർതിരിച്ച് കാണേണ്ടതില്ല, എല്ലാം ഒന്നാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ അമ്പലങ്ങളെക്കുറിച്ച് പറയുന്നു, നമ്മൾ നല്ല മലയാളം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നമ്മളെ ഒരുപാട് പേര് പറയുന്ന സമയത്ത് നമുക്ക് അതൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തയിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ കൈലാസ യാത്രയിൽ തന്നെയാണ് നമ്മൾ അതും തിരിച്ചറിഞ്ഞത്. നമ്മളല്ല ഇതൊന്നും പറയുന്നത്, നമ്മളിലുള്ളൊരു ശക്തി ഒരു നിമിഷം പറയുകയാണെങ്കിൽ ഒന്നും മിണ്ടണ്ട, വേണ്ട എന്ന് പറഞ്ഞാൽ തീർന്നു. ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. ഞാൻ യമദ്വാറിൽ അങ്ങനെ നിന്നിട്ടുണ്ട്. യമദ്വാറിൽ ഒരു അക്ഷരം പറയാൻ പറ്റില്ല, കണ്ണുകൾ നിറഞ്ഞൊഴുകാണ്. പരമമായി എനിക്കറിയില്ല, കൈലാസത്തെ ആദ്യത്തെ യാത്രയിൽ എപ്പോഴും അങ്ങനെയായിരുന്നു. കൈലാസം വിസിബിൾ ആകുന്ന നിമിഷം മുഴുവനും ഞാൻ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു. അറിയില്ല എന്തുകൊണ്ടാണ്. കൈലാസം മറയും, നോർമലാകും, കുഴപ്പമില്ല, സാധാരണ പോലെ സംസാരിക്കും. വീണ്ടും കൈലാസം കാണും, വാവിട്ട് നിലവിളി. നമ്മൾ എന്താ പറയുക, ഹൃദയത്തിൽ നിന്നും നല്ല പോലത്തെ ഒരു നിലവിളി. അത് എങ്ങനെയാണെന്ന് പറയാനറിയില്ല, അങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് കൈലാസത്തെ കാണുന്നത്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഞാൻ എന്തിനാണ് അങ്ങനെ കരയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ പിന്നെയാണ് ആഴത്തിലുള്ളൊരു സൈലൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതും. ഈ യമദ്വാറിൽ വെച്ചിട്ട് കൈലാസത്തെ കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഞാനല്ല, അതാ പരാശക്തിയാണ്, പരബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതോടുകൂടി നമ്മുടെ അഹങ്കാരത്തിൻ്റെ എല്ലാ ചട്ടക്കൂടും അങ്ങ് അഴിഞ്ഞു വീഴും. ഇപ്പോഴാണെങ്കിലും കൈലാസിൽ 4 തവണ പോയോ എന്ന് ചോദിച്ചാൽ 4 തവണ പോകാനുള്ള അനുവാദം ഉണ്ടായി. ഇനി എപ്പോൾ പോകുമെന്ന് അറിയില്ല, ഇനി വീണ്ടും പോകാൻ അവസരങ്ങൾ ഉണ്ടാകുമോ ഒന്നും അറിയില്ല. അതൊക്കെ അവിടെ നിന്നാണ് തീരുമാനം. അവിടെയാണ് ഇത്തരം യാത്രകൾക്ക് ചില അനുവാദങ്ങൾ അവിടെ നിന്ന് വരണം, ചിലർ അവിടെ നിന്ന് വിളിക്കണം എന്നുള്ളതാണ്.